അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 9ാമത്തെ പാഠം ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ പള്ളികളെ പരിപാലിക്കുന്നവരാണവർ. മസ്ജിദുകൾ അള്ളാഹു തആലയുടെ ഭവനങ്ങളാണ്. അള്ളാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലമാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാടുകളിൽ അള്ളാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദ് ഖുബായുടെ നിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലെയുള്ള ഒരു ഭവനം സ്വർഗത്തിൽ അള്ളാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും. മസ്ജിദ് മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ്. ഇബാദത്തുകൾ നിർവഹിക്കുക, അറിവ് പഠിക്കുക, നിക്കാഹ് ചെയ്യുക തുടങ്ങിയ എല്ലാ പ്രധാന കാര്യങ്ങളും മസ്ജിദിൽ വെച്ചാണ് നടത്തേണ്ടത്. മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 3 എണ്ണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റു മസ്ജിദുകളിൽ 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അൽ മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം. അൽ മസ്ജിദുൽ ഹറാമിലെ അല്ലാത്ത മറ്റു മസ്ജിദുകളിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ മസ്ജിദിലെ ഒരു നിസ്കാരം. മറ്റു മസ്ജിദുകളിൽ 500 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബൈത്തുൽ മുഖദ്ദിസിലെ അൽ മസ്ജിദുൽ അഖ്സയിലെ ഒരു നിസ്കാരം. മസ്ജിദുമായി നിരന്തരം ബന്ധപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദിക്കും, എവിടെ എൻ്റെ അയൽവാസികൾ? മലക്കുകൾ ചോദിക്കും, റബ്ബേ, എങ്ങനെ നിനക്ക് അയൽവാസി ഉണ്ടാകും? അല്ലാഹു തആല പറയും, എവിടെ മസ്ജിദ് പരിപാലിക്കുന്നവർ? മസ്ജിദുകൾ വൃത്തിയാക്കലും സുഗന്ധം പുകക്കലും മുഅക്കദായ സുന്നത്താണ്. മസ്ജിദിൽ നജസുണ്ടെങ്കിൽ അത് വൃത്തിയാക്കൽ നിർബന്ധമാണ്. മസ്ജിദിലേക്ക് പോകുമ്പോൾ അദബുകൾ പാലിക്കണം. കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, സാവധാനത്തിൽ നടക്കുക, വലതു കാൽ വെച്ച് പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലുക, ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക, ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുമ്പോഴുള്ള ദിക്ർ ചൊല്ലുക തുടങ്ങിയവ മസ്ജിദിൽ പാലിക്കേണ്ട അദബുകളാണ്. മസ്ജിദിൽ വെച്ച് കച്ചവടം നടത്താനോ നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കാനോ ശബ്ദമുയർത്തി സംസാരിക്കാനോ പാടില്ല. ഉസ്താദ്, മസ്ജിദിലെ പ്രധാന ഇബാദത്താണ് ഇഅ്തികാഫ്. ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടെ മസ്ജിദിൽ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കലാണത്. ജുമുഅയുള്ള മസ്ജിദാണ് അതിന് ഏറ്റവും ശ്രേഷ്ഠം. അത് ആരാധനകൾക്ക് പ്രേരിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യും. അതുകാരണം നല്ലവരോടുള്ള സഹവാസമുണ്ടാകും, തഖ്വ വർദ്ധിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ റമളാനിലെ അവസാന 10കളിൽ ഇഅ്തികാഫ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു താസിഅ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അള്ളാഹുവിൻ്റെ പള്ളികളെ പരിപാലിക്കുന്നവർ. നുജീബ് ബി കലിമത്തിൻ വാഹിദ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ഏതാണ് അല്ലാഹു തആലയുടെ ഭവനങ്ങൾ? മസ്ജിദുകൾ. 2, അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലമേത്? മസ്ജിദുകൾ. 3, അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലമേത്? അങ്ങാടികൾ. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച മസ്ജിദ് ഏത്? മസ്ജിദ് ഖുബാ. 2ാമത്തവർക്ക് ഉത്തരം എഴുതുക നുജീബ്. മസ്ജിദ് നിർമ്മിച്ചവന് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? അതുപോലെയുള്ളൊരു ഭവനം സ്വർഗത്തിൽ അള്ളാഹു അവന് വേണ്ടി നിർമ്മിക്കും. 2ാമത്തെ ചോദ്യം, മസ്ജിദിൽ വെച്ച് നടത്തേണ്ട പ്രധാന കർമ്മങ്ങൾ 5 എണ്ണം എഴുതുക. ഇബാദത്തുകൾ നിർവഹിക്കുക, അറിവ് പഠിക്കുക, നിക്കാഹ് ചെയ്യുക, ഇഅ്തികാഫ്, നിസ്കാരം. 3, ഏറ്റവും ശ്രേഷ്ഠമായ 3 മസ്ജിദുകൾ ക്രമത്തിൽ എഴുതുക. മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ. 4ാമത്തെ ചോദ്യം, 3 മസ്ജിദുകളിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന ശ്രേഷ്ഠതകൾ. മസ്ജിദുൽ ഹറാം മറ്റു പള്ളികളിലെ 1,00,000, മസ്ജിദുൻ നബവി 1000, മസ്ജിദുൽ അഖ്സ 500. 5ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. ആർക്ക്? മസ്ജിദിലേക്ക് പതിവായി പോകുന്നവർക്ക്. 6ാമത്തെ ചോദ്യം, ആരാണ് അല്ലാഹു തആലയുടെ അയൽവാസികൾ? മസ്ജിദ് പരിപാലിക്കുന്നവർ. 7, മസ്ജിദിൽ പാടില്ല എന്തെല്ലാം? കച്ചവടം, നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കുക, ശബ്ദമുയർത്തി സംസാരിക്കുക. വർക്ക് 3, നക്തുബുൽ ഫിഖ്റ, ഒരു ഖണ്ഡിക എഴുതുക. ഇഅ്തികാഫ്. മസ്ജിദിലെ പ്രധാന ഇബാദത്താണ് ഇഅ്തികാഫ്. ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടെ മസ്ജിദിൽ കുറച്ച് സമയം ചിലവഴിക്കലാണത്. ജുമുഅയുള്ള മസ്ജിദാണ് അതിന് ഏറ്റവും ശ്രേഷ്ഠം. അത് ആരാധനകൾക്ക് പ്രേരിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യും. അത് കാരണം നല്ലവരോടുള്ള സഹവാസം ഉണ്ടാവുകയും തഖ്വ വർദ്ധിക്കുകയും ചെയ്യും. മസ്ജിദിൻ്റെ മഹത്വം. മസ്ജിദുകൾ അല്ലാഹു തആലയുടെ ഭവനങ്ങളാണ്.
അള്ളാഹു താലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാടുകളിൽ അള്ളാഹു താലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദ് ഖുബായുടെ നിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ളൊരു ഭവനം സ്വർഗ്ഗത്തിൽ അള്ളാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും. ഇനി നാലാമത്തെ വർക്കാണ് തഖ്സീസ്. മസ്ജിദ് എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. മസ്ജിദിൽ പോയി നിസ്കരിക്കാറുള്ള ആൺകുട്ടികളുടെ പേരെഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.